ഹേയ് ഗുഡ് പീപ്പിൾ. അപ്പോൾ ഈ വീഡിയോ ഞങ്ങൾ ശിവാജി നഗർ പോയതാണ് കേട്ടോ. ഞങ്ങൾ ശിവാജി നഗർ ചുമ്മാ ഒന്ന് കറങ്ങാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു. പ്രത്യേകിച്ചൊരു കാരണത്തിലൊന്നും പോയതല്ല കേട്ടോ. പക്ഷെ പോയി കഴിഞ്ഞപ്പം ഈ റംസാൻ്റെ ടൈം ആയതുകൊണ്ട് ഒത്തിരി ഫുഡിൻ്റെ വെറൈറ്റീസ് ഒക്കെ അവിടെ വെച്ചേക്കുന്നത് കണ്ടു കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് നമ്മുടെ ശിവാജി നഗറിൽ ഇത്ര അധികം ഫുഡിൻ്റെ ഒരു സ്ട്രീറ്റ് കാണുന്നത്. ഈ റംസാൻ ആയതുകൊണ്ടാണ് ഇത്രയധികമൊക്കെ ഉള്ളത്. പക്ഷെ ഞങ്ങൾ അവിടെ ഒന്നും കയറിയില്ല, കാരണം ഞങ്ങൾ ജസ്റ്റ് എല്ലാം കണ്ടു കഴിഞ്ഞിട്ട് ഇറങ്ങുമ്പോൾ അവിടെയൊക്കെ നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ജസ്റ്റ് നടന്ന് ഓരോന്നൊക്കെ കാണുമായിരുന്നു കേട്ടോ. ചെല്ലുമ്പോൾ തന്നെ ഒത്തിരി ഡ്രസ്സസ് ഒക്കെ വിൽക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞിട്ട് നമ്മൾ ബാർഗെയിൻ ചെയ്യുന്നത് മേടിക്കാനൊരു കഴിവൊക്കെ ഉണ്ടെങ്കിൽ കുറേ വില കുറച്ചൊക്കെ നമുക്ക് ഓരോ സാധനങ്ങളൊക്കെ മേടിക്കാം കേട്ടോ. പക്ഷേ ക്വാളിറ്റിയുടെ കാര്യത്തിലൊന്നും ഒരു അഷുറൻസ് നമുക്ക് കിട്ടത്തില്ലേ. ജസ്റ്റ് കുറേ സാധനങ്ങൾ മേടിക്കാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് എന്ത് സാധനം വേണേലും ഏത് വെറൈറ്റി ഇനി വെളിയിൽ കിട്ടിയില്ലെങ്കിലും ശിവാജി നഗറിനുള്ളിൽ ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു വെറൈറ്റിയൊക്കെ സാധനങ്ങൾ കിട്ടും കേട്ടോ. അതിപ്പോൾ ഡ്രസ്സ് ആയിക്കോട്ടെ, നമ്മുടെ ഷൂസ് ആയിക്കോട്ടെ, ഫുഡ്വെയർ എന്താണെങ്കിലും വെറൈറ്റി സാധനങ്ങളൊക്കെ ഇതിനുള്ളിലുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങളിങ്ങനെ നടന്നു വന്നപ്പോൾ ഈ ഒരു ചുരിദാർ ഞങ്ങൾക്ക് നല്ലതായിട്ട് സ്ട്രൈക്ക് ചെയ്തു കേട്ടോ. അപ്പം ഞങ്ങൾ ഇതിൻ്റെ റേറ്റൊക്കെ ഒന്ന് ചോദിക്കുമായിരുന്നു. റേറ്റ് കേട്ടപ്പോൾ ഞങ്ങൾ വേണ്ടാന്ന് വെച്ചു, ബാർഗെയിൻ ചെയ്യാനായിട്ട് വയ്യായിരുന്നു. അങ്ങനെ പിന്നെ തിരിച്ചു പോകുമ്പോൾ നമ്മുടെ നാട്ടിലെ ഈ ചെമ്പോട്ടിക്ക എന്ന് പറയും, പനിനീർ ചാമ്പ, അതവിടെ വിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഓർക്കുമായിരുന്നു, എൻ്റെ വീട്ടിലേക്ക് ഇഷ്ടം പോലെ കിളിച്ചിട്ട് അവസാനം ആർക്കും വേണ്ടാണ്ടായ ഒരു സാധനമായിരുന്നു ഈ ചാമ്പയ്ക്ക കേട്ടോ. ഇതിനൊക്കെ ഇത്രയും ഡിമാൻഡ് ഉണ്ടെന്ന് അറിയുന്നത് ഞാൻ ഇവിടെ വന്നപ്പോഴാണ്. എന്നിട്ട് പിന്നെ ഞങ്ങൾ നടന്നു പോയപ്പം വേറൊരു കടയിൽ കയറി കേട്ടോ. ഈ കടയിൽ ഒത്തിരി ഷർട്ട്സ് ഒക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾക്കൊരു രസം തോന്നിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പാൻറ്റലൂൺസിൻ്റെയാണ് ഇതിൻ്റെ ടാഗ് കിടക്കുന്നത് കേട്ടോ. അപ്പോൾ പിന്നെ ബിബി പറയുമായിരുന്നത് ടാഗല്ല, ഹാങ്ങർ മാത്രം പാൻറ്റലൂൺസിൻ്റെയാണ്, ഷർട്ട് പാൻറ്റലൂൺസിൻ്റെ ഒന്നും അല്ലായിരുന്നു കേട്ടോ. നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ അങ്ങനെ കുറേ കാണാം കേട്ടോ. H&Mൻ്റെത്, നൈക്കിയുടേത്, അങ്ങനെ കുറേ ബ്രാൻഡ്സിൻ്റെയൊക്കെ ഡ്രസ്സസും അതുപോലെ ഓരോ ഷൂസും ഒക്കെ കിടക്കുന്ന കാണാം കേട്ടോ. നമ്മൾ വിചാരിക്കും ഇത് ബ്രാൻഡിൻ്റെയാണ്, ശരിക്കും ഇത് ബ്രാൻഡിൻ്റെ ഒന്നും അല്ല കേട്ടോ. ഞങ്ങൾ എന്നിട്ട് വെളിയിൽ നിന്നിട്ട് ഓരോ ഡ്രസ്സസ് നോക്കിയപ്പം ആ ഷോപ്പിലുള്ളൊരു ചെറുക്കൻ ഞങ്ങളോട് പറഞ്ഞു, ഉള്ളിൽ വന്ന് നോക്കും വേണം, ഉള്ളിൽ വന്ന് കഴിഞ്ഞാൽ ഒത്തിരി ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഉള്ളിലോട്ടൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ശരിയാണ് കേട്ടോ, ഇവിടെ ഒത്തിരി കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. കുറേ ഡ്രസ്സിൻ്റെ കളക്ഷൻസ് ഉണ്ടായിരുന്നേ. ഞാൻ നേരത്തെ നോക്കിയ ഷർട്ടിൻ്റെയൊക്കെ റേറ്റ് 250 ഉള്ളായിരുന്നു കേട്ടോ. അതുപോലെ ഈ ഒരു ഡ്രസ്സിൻ്റെ റേറ്റ് 350 സംതിങ്ങേ ഉള്ളൂ കേട്ടോ. ആ ഒരു റേറ്റിലൊക്കെ നമുക്ക് കുറേ ഡ്രസ്സസൊക്കെ കിട്ടും കേട്ടോ. ഇങ്ങനെയുള്ള സ്ട്രീറ്റ്സിലൊക്കെ വരുവാണെങ്കിൽ നമ്മൾ നോർമൽ കടയിൽ നിന്നൊക്കെ മേടിക്കുന്നതിനേക്കാളും കുറച്ചുകൂടിയൊക്കെ നല്ല റേറ്റ് കുറച്ചൊക്കെ നമുക്ക് മേടിക്കാൻ പറ്റും കേട്ടോ. പക്ഷെ ആകെയുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവിടെ കിട്ടുന്ന അത്ര ഒരു ക്വാളിറ്റി ഒന്നും വരത്തില്ലായിരിക്കും. ജസ്റ്റ് നമുക്ക് ഇടുകയൊക്കെ ചെയ്യാം. പിന്നെ നമ്മൾ ഒരേ ഡ്രസ്സ് എപ്പോഴും ഇടുന്നൊന്നും ഇല്ലല്ലോ അല്ലേ. അപ്പോൾ പിന്നെ അത് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. എന്നിട്ട് പിന്നെ ഞങ്ങൾ നടന്നപ്പോൾ ഈ സ്നേഹയ്ക്കാണെങ്കിൽ ഒരു കമ്മൽ മേടിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇവൾ വന്ന ദിവസം തൊട്ട് എവിടെ പോയാലും കമ്മൽ നോക്കിക്കൊണ്ട് കിടക്കുമായിരുന്നു കേട്ടോ. എന്നിട്ട് അവിടുന്ന് കിട്ടിയില്ല, നോക്കുന്ന കടയിലൊന്നും അവൾക്ക് ഇഷ്ടപ്പെടുന്നില്ലായിരുന്നു. പിന്നെ ഞങ്ങളിങ്ങനെ പോകുന്ന വഴിക്ക് ഇങ്ങനെ ഒരു ചെയിൻ കണ്ടു കേട്ടോ. എനിക്ക് ഈ ചെയിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാനിതൊന്നും ഇടത്തില്ലെങ്കിലും കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, നല്ല രസമുണ്ടായിരുന്നു. അതുപോലെ തന്നെ കൊച്ചു പിള്ളേരുടെ കുറേ ഹെയർ ആക്സസറീസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതുപോലെ ഈ കടയിൽ നല്ല കീ ചെയിൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. വിപിനാണെങ്കിൽ ഈ കീ ചെയിൻസ് ഒക്കെ കുറേ നോക്കുന്നുണ്ടായിരുന്നു. ഒത്തിരി വെറൈറ്റി കീ ചെയിൻസ് ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ റേറ്റ് കേട്ടപ്പോൾ ഞങ്ങൾ ഞെട്ടി. 150 ആണ് ഇതിൻ്റെയൊക്കെ റേറ്റ്. നമ്മളൊന്ന് പിടിക്കുമായിരുന്നെങ്കിൽ ബാർഗെയിൻ ചെയ്തതിനെ കുറച്ചുകൂടിയൊക്കെ കുറച്ച് കിട്ടിയേനെ. പിന്നെ ബാർഗെയിൻ ചെയ്യാൻ വയ്യാത്തതുകൊണ്ട് പിന്നെ വരാൻ ചേട്ടാന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. എന്നിട്ട് പിന്നെ നടന്നു പോയപ്പം ഈ ചെറിയ സ്ഥലങ്ങളിൽ ഇങ്ങനെ കുറേ ഡ്രസ്സസ് വിൽക്കുന്ന ഒത്തിരി കടകൾ ഇവിടെ ഉണ്ട് കേട്ടോ. 250ക്കും 200നും ഒക്കെ കുറേ ഡ്രസ്സസ് ഉണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് നമ്മളിപ്പോൾ ബാർഗെയിൻ ചെയ്യുവാണെങ്കിൽ ഇതിന് 250 എന്നുള്ളത് ഒരു 200-നൊക്കെ നമുക്ക് വേണമെങ്കിൽ തരും കേട്ടോ. പക്ഷെ ഞങ്ങൾ അങ്ങനെ അത്ര ഡ്രസ്സ് എടുക്കണമെന്നൊന്നും വിചാരിച്ചല്ല അവിടെ പോയത്. അതുകൊണ്ട് നമ്മൾ ബാർഗെയിൻ ചെയ്യാൻ നിന്നില്ല കേട്ടോ. എന്നിട്ട് പിന്നെ അതിനപ്പുറത്ത് തന്നെ ഒരു കടയുണ്ടായിരുന്നേ. അവിടെ ആണെങ്കിൽ നമ്മുടെ ഇങ്ങനെ ഷോർട്ട് നൈറ്റീസ് ഇല്ലേ, ബനിയൻ്റെ, അതുപോലത്തെ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് പക്ഷേ ഇവക്ക് വേണമെന്ന് പറഞ്ഞായിരുന്നു. നോക്കിക്കഴിഞ്ഞപ്പോൾ അതിന് 300 ആയിരുന്നു. അത് കുറച്ച് കൂടുതലാണല്ലോ എന്ന് ഓർത്തിട്ട് എന്നാൽ വേറെ എവിടെയെങ്കിലും നോക്കാമെന്ന് കരുതി ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ നടന്നു കേട്ടോ. അങ്ങനെ നടന്നു പോയപ്പോഴാണ് എൻ്റെ കണ്ണിലൊരു സാധനം പെട്ടത്. എനിക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു യൂസ് ഇല്ലാത്ത സാധനമാണെങ്കിലും കാണാൻ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. എന്നിട്ട് പിന്നെ ഞങ്ങളിങ്ങനെ നടന്നു പോയപ്പം ഇങ്ങനെ സൈഡിലായിട്ട് കുറേ ഡ്രസ്സസ് ഒക്കെ ഇങ്ങനെ ഒരു കട്ടിലിൽ കൂട്ടിയിട്ടിട്ട് ഒരു ചേട്ടൻ വിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടുന്ന് ജസ്റ്റ് ചുമ്മാതെ നോക്കുമായിരുന്നേ. ശരിക്കും പറഞ്ഞാൽ അവിടെ നിന്നൊന്നും ഞങ്ങൾ എടുത്തില്ല കേട്ടോ. പക്ഷെ കാര്യമൊക്കെ പറഞ്ഞാലും ഒത്തിരി കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു അവിടെ കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ക്രോഷേ ടോപ്സ് ഒക്കെ ഒത്തിരി ഉണ്ടായിരുന്നേ. പിന്നെ ഒത്തിരി പൈസയൊന്നും മുടക്കി ഡ്രസ്സ് എടുക്കാൻ താല്പര്യമില്ലാത്തവർക്കും കുറച്ച് നാളത്തേക്കൊക്കെ മാത്രം ഉപയോഗിച്ചാൽ മതി എന്ന് മാത്രം ആഗ്രഹമുള്ളവർക്കാണെങ്കിൽ ഇവിടെ നിന്നൊക്കെ ഡ്രസ്സ് എടുക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ. കാരണം ഒത്തിരി അഫോർഡബിൾ ആയിട്ട് നമുക്ക് ഡ്രസ്സ് എടുക്കുകയും ചെയ്യാം. നമ്മൾ വലിയൊരു കടയിൽ പോയിട്ട് എടുക്കുന്നതിനേക്കാളും സെയിം റേറ്റിൽ കുറേ ഡ്രസ്സസൊക്കെ എടുക്കാൻ ഇവിടുന്ന് പറ്റും കേട്ടോ. എന്നിട്ട് പിന്നെ സ്നേഹയ്ക്ക് ഒരു ഡ്രസ്സ് നോക്കണമെന്നുണ്ടായിരുന്നു കേട്ടോ. അവളുടെ മനസ്സിലൊരു ഡ്രസ്സുണ്ട്. അപ്പോൾ അത് ഞങ്ങളൊരു കടയിൽ കയറി നോക്കുമായിരുന്നേ. പക്ഷെ ഞങ്ങൾ കുറേ നോക്കിയിട്ടും അവളുടെ മനസ്സിലുള്ള ഡ്രസ്സ് അങ്ങോട്ട് കിട്ടിയില്ല. പക്ഷെ അതിനിടയ്ക്ക് വേറെ 2 ഡ്രസ്സ് അവർക്ക് കിട്ടി കേട്ടോ.
ഈ ഒരു കടയിൽ ഇങ്ങനത്തെ പാർട്ടി വെയർ പോലത്തെ ഗ്ലിറ്റർ ഡ്രസ്സസ് ഒത്തിരി ഉണ്ടായിരുന്നു കേട്ടോ. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ചിരിയാണ് വന്നത്. ഈ ഡിസ്കോ ഡാൻസിനൊക്കെ ആൾക്കാർ ഇടുന്ന പോലത്തെ ഡ്രസ്സായിരുന്നു കേട്ടോ. എന്നിട്ട് ഈ ഒരു ഡ്രസ്സ് കണ്ടപ്പോൾ എനിക്ക് ശരിക്കും രസം തോന്നി കേട്ടോ. നല്ല സ്വീക്വൻസ് വന്നിട്ട് നമ്മളിങ്ങനെ കൈയിട്ടാക്കുമ്പോൾ വേറെ കളർ ആവുന്ന പോലത്തെ ഡ്രസ്സസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് തോന്നിയത് മറ്റേ ഡാൻസിനൊക്കെ യൂസ് ചെയ്യുന്ന പോലത്തെ കോസ്റ്റ്യൂംസ് ആണെന്ന് കേട്ടോ. എന്നിട്ട് പിന്നെ കുറേ സെർച്ച് ചെയ്ത് കഴിഞ്ഞപ്പം ഗ്ലോറിക്ക് അവൾ ഉദ്ദേശിച്ച ഒരു കോട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ കോട്ട് അടിപൊളിയായിരുന്നു കേട്ടോ. എനിക്ക് കണ്ടപ്പോൾ നല്ല ഇഷ്ടപ്പെട്ടെ. പിന്നെ സ്നേഹയ്ക്കും ഇതൊരെണ്ണം കിട്ടിയിട്ടുണ്ടായിരുന്നു. രണ്ടുപേർക്കും അത് ഇഷ്ടപ്പെട്ടു. പിന്നെ ആകെയുള്ളത് സ്ട്രീറ്റിൽ നിന്നെടുത്താണല്ലോ എന്നുള്ള ഒരൊറ്റ വിഷമേ ഉള്ളായിരുന്നു. എങ്കിലും അതൊന്നും സീനില്ല, ഒരു വട്ടമൊക്കെ യൂസ് ചെയ്യാൻ ഇതൊക്കെ മതി. എന്നിട്ട് ഇങ്ങനെ നടന്നു പോയപ്പം മെറ്റീരിയൽസ് ഒക്കെ വിൽക്കുന്ന കുറേ കടകൾ ഇവിടെ കണ്ടു കേട്ടോ. കുറേ വെറൈറ്റി ഒക്കെ അവിടെ ഉണ്ടായിരുന്നേ. നമ്മൾ കണ്ടിട്ടില്ലാത്ത പോലെ മോഡൽസ് ഉണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് പിന്നെ നടന്നു പോയപ്പം പിന്നെ ഇവള് കമ്മലെടുക്കാൻ വേണ്ടിയിട്ട് ഒരു കടയിൽ കയറി കേട്ടോ. അവസാനം ഇവിടെ നിന്നാണ് അവൾ ഉദ്ദേശിച്ച കമ്മൽ അവൾക്ക് കിട്ടിയത്. നേരത്തെ ഒരു കടയിൽ നിന്ന് ഇതേ സെയിം കമ്മൽ അവൾക്ക് കിട്ടിയെങ്കിലും അതിൻ്റെ റേറ്റ് കൂടുതലാണെന്ന് പറഞ്ഞിട്ടാണ് അവൾ മാറിയത് കേട്ടോ. പക്ഷേ ഈ കടയിലെ ചേട്ടൻ നമുക്ക് റേറ്റ് കുറച്ച് കൊടുത്തായിരുന്നേ. എന്നിട്ടിങ്ങനെ നടന്നു പോയപ്പം ഒരു കടയിൽ ഫുള്ളും പിങ്ക് മയത്തിൽ ഡ്രസ്സസ് ഇട്ടേക്കുന്നുണ്ട് കേട്ടോ. എനിക്കത് കണ്ട് കഴിഞ്ഞപ്പോൾ ശരിക്കും രസം തോന്നി കേട്ടോ. എന്നിട്ട് പിന്നെ പോയപ്പം കൊച്ചിന് ഷൂസൊക്കെ നോക്കിയായിരുന്നേ. പക്ഷേ ഇതേ സെയിം സാധനം അവർ 3 ഉള്ളതുകൊണ്ട് ഞങ്ങൾ മേടിച്ചില്ല കേട്ടോ. എന്നിട്ട് ഇങ്ങനെ പോയപ്പം ഈ ഗ്ലിറ്റർ പോലത്തെ കുറേ ഷൂസൊക്കെ ആ കടകളിലെല്ലാം ഇരിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഓർക്കുകയും ചെയ്തു ഇതൊക്കെ ഏത് മനുഷ്യരായിടുന്നേന്ന്. നമ്മുടെ നാട്ടിലൊന്നും ആൾക്കാർ ഇങ്ങനെ ഇത്രയും ഗ്ലിറ്റർ ആയിട്ടുള്ളൊന്നും ഇടത്തില്ലല്ലേ. എന്നിട്ട് പിന്നെ പോകുന്ന വഴിക്ക് ഇങ്ങനെ ലെഹങ്കാസിൻ്റെ ഒക്കെ ഒരു കട ഉണ്ട് കേട്ടോ. 1500 ഈ ലെഹങ്കാസ് ഒക്കെ കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ശരിക്കും വണ്ടറായി കേട്ടോ. കാരണം നമ്മളൊരു കല്യാണത്തിനൊക്കെ ഒരു ഡ്രസ്സ് എടുക്കുന്നത് എത്ര രൂപയ്ക്കല്ലേ. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ വന്ന് പാർട്ടി വെയർ ഒക്കെ എടുക്കുന്നതാണ് നല്ലതെന്ന് എനിക്കപ്പോൾ തോന്നിപ്പോയി കേട്ടോ. എന്നിട്ട് പിന്നെ പോകുന്ന വഴിക്ക് ഈ സെറ്റി കവറും നമ്മുടെ ഈ ഡൈനിങ് ടേബിൾ കവറും ഒക്കെ കിട്ടുന്ന ഒരു അങ്കിളിനെ ഞാൻ കണ്ടു കേട്ടോ. അത് അവിടെ ആണെങ്കിൽ ഭയങ്കര വിലക്കുറവായിരുന്നേ. 200 റുപ്പീസിനൊക്കെ നമ്മുടെ ഈ ഡൈനിങ് ടേബിൾ കവേഴ്സ് ഒക്കെ കിട്ടും കേട്ടോ. ആ അങ്കിൾ എന്നെ കുറേ നിർബന്ധിച്ചായിരുന്നു എടുക്കാൻ. പക്ഷേ എനിക്കിതൊന്നും സെലക്ട് ചെയ്യാൻ അറിയാത്തതുകൊണ്ട് ഞാനപ്പോൾ എടുത്തില്ല കേട്ടോ. എന്നിട്ട് പിന്നെ ഞങ്ങൾ അവിടുന്ന് തിരിച്ച് അവിടുന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ വിചാരിച്ചു ആദ്യമേ ഫുഡൊന്നും കഴിക്കാൻ പോകാൻ പറ്റിയില്ലല്ലോ, എന്നാൽ പിന്നെ ജസ്റ്റ് ഒന്ന് എവിടെയെങ്കിലും കയറി എന്തെങ്കിലും ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രീറ്റ് ഫുഡ് കഴിക്കുന്നത് അത്രയ്ക്ക് ഇഷ്ടമല്ല കേട്ടോ. പിന്നെ ഇത്രയും വെറൈറ്റീസ് ഒക്കെ ഇരിക്കുന്നത് കണ്ടപ്പം എന്തെങ്കിലും ഒന്ന് ട്രൈ ചെയ്യാമെന്ന് കരുതിയിട്ടാണ് അവിടുന്ന് ട്രൈ ചെയ്തത്. ഞാൻ ബാംഗ്ലൂർ വന്നിട്ട് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ സ്ട്രീറ്റിൽ പോയിട്ട് ഫുഡ് കഴിക്കുന്നത്. ബാംഗ്ലൂർ വന്നിട്ട് ഞാൻ സ്ട്രീറ്റ് ഫുഡ് കഴിച്ചിട്ടേ ഇല്ല കേട്ടോ. പിന്നെ നമ്മൾ ജസ്റ്റ് ട്രൈ ഒക്കെ ചെയ്ത് നോക്കി. ട്രൈ ചെയ്തിട്ട് സംഭവം ടേസ്റ്റിന് കുഴപ്പമൊന്നുമില്ല, നല്ലതായിരുന്നു. പിന്നെ പ്രാർത്ഥിച്ചോണ്ടങ്ങ് കഴിച്ചു, ഒന്നും വരല്ലേ എന്ന് കേട്ടോ. എന്നിട്ട് പിന്നെ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. തിരിച്ചു പോയപ്പോൾ നല്ല റഷ് ഉണ്ടായിരുന്നു കേട്ടോ. റോഡ് ഫുൾ ആൾക്കാരായിരുന്നേ. അപ്പോൾ ശിവാജി നഗറിൽ ഞങ്ങളുടെ ഒരു നൈറ്റ് ഇത്രേ ഉള്ളായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ. അപ്പം ബായ്.